ഖുർആനിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്ന കാണാം. ഒരൊറ്റ ആയത്ത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മളെ ചിന്തയെ ട്രിഗർ ചെയ്യിക്കുന്ന ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സൂറത്തുൽ അംബിയായിൽ 33-ാമത്തെ ആയത്ത്, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. ഈ ആയത്തിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: അള്ളാഹുവാണ് രാത്രിയും പകലും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പഠിച്ചിട്ടുള്ളത്. അത് ഓരോന്നും അതിൻ്റെ ഓർബിറ്റിൽ കൃത്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നോട്ട് ദ പോയിന്റ്. അത് ഓരോന്നും അതിൻ്റെ ഭ്രമണപഥത്തിൽ കൃത്യമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: 1500 വർഷം മുമ്പ് ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ലാത്തൊരു കാലത്ത്, ഇന്നോവേഷൻസ് ഇല്ലാത്തൊരു കാലത്ത്, ഇന്നത്തെ ടെലസ്കോപ്പോ സാറ്റലൈറ്റോ ആസ്ട്രോഫിസിക്സോ ഒന്നുമില്ലാത്തൊരു കാലത്ത്, ഈവൻ മനുഷ്യൻ്റെ ഒബ്സർവേഷൻ കപ്പാസിറ്റി പോലും ലിമിറ്റഡ് ആയിരുന്ന ഒരു കാലത്ത് ആരായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഈ ഒരു റിയാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? ഈ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ ആര് എപ്പം ഉത്തരം കണ്ടെത്തുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളെ പടച്ചോൻ ഏതാ ലെവലെന്ന് മനസ്സിലായി തുടങ്ങും.